ഹലോ കൂട്ടുകാരെ, കമൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഡൗട്ട്സിൻ്റെ ആൻസേഴ്സ് തരികയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്നലെ ഇട്ടിരിക്കുന്ന DNA കുറിച്ചുള്ള ഒരു വീഡിയോയുടെ താഴെയായിട്ട് വന്നിരിക്കുന്നതാണ്. TF ജേർണിയിൽ മാത്രമാണോ DNA ഹീലിംഗ് നടക്കുന്നതെന്ന്? ഒരിക്കലുമല്ല. നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ് പാതയിലൂടെയാണ് നിങ്ങൾ ശരിക്കും ഒരു ഹീലിംഗ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ DNA ഇമ്പാക്റ്റ് ആവും. അപ്പോൾ ട്വിൻ ഫ്ലെയിംസിൽ മാത്രമല്ല, ഏതൊരു സ്പിരിച്വൽ അവേക്കനിങ് പാതയിലൂടെ പോകുന്നവർക്കും, അത് സോൾ ജേർണി ആവാം, പലതരത്തിലുള്ള സ്പിരിച്വൽ ജേർണീസ് ഉണ്ട്. അതിലൊക്കെ ഉള്ളവർക്കും ഈ ഒരു DNA ആക്ടിവേഷൻ നാച്ചുറലി ഹീലിംഗ് നടക്കുമ്പോൾ നാച്ചുറലി സംഭവിക്കുന്നതാണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അബോർഷനെ കുറിച്ചാണ്. ആക്ച്വലി ഒരു കുഞ്ഞ് അബോർഷനായിപ്പോയി 1.5 month ആയപ്പോൾ അതെന്തെങ്കിലും ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുമോ? മേ ബി സ്പിരിച്വൽ ജേർണിയിൽ ഇമ്പാക്റ്റ് ചെയ്യുമോ എന്നായിരിക്കാം ചോദ്യം. ടോട്ടലി ആ ഒരു ചോദ്യം വായിക്കുന്നില്ല, ജസ്റ്റ് ആ കണ്ടൻറ് എടുത്തിട്ട് പറയുകയാണ് ആൻസർ. അപ്പോൾ അബോർഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം, അത് വാണ്ടഡ്ലി ചെയ്തതാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കർമ്മയായിട്ട് നമുക്ക് വരും. അതിനെ പിന്നെയും കർമ്മ ക്ലിയറൻസിലൂടെ ക്ലെൻസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് അത് നാച്ചുറലി സംഭവിച്ചതാണെങ്കിലും പലപ്പോഴും ഈ സംഭവിച്ച കാര്യത്തിൻ്റെ പെയിൻ നമ്മൾ ഹോൾഡ് ചെയ്യാറുണ്ട്. അതായത് ഒരു എക്സ്പെക്റ്റേഷനിൽ നിന്ന് അത് നമ്മൾ ഓർക്കാത്ത ഒരു സംഭവം അബോർഷൻ്റെ രൂപത്തിൽ വരുമ്പോൾ ഇതിങ്ങനെ ആയിപ്പോയില്ലോ എന്നുള്ള ഒരു പെയിൻ ആ ഒരു നിമിഷം നമ്മൾ സപ്രസ് ചെയ്യുമ്പോൾ, മറ്റുള്ളവർ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു വാലിഡേഷന് പോകുമ്പോഴൊക്കെയും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഇമോഷൻസ് കൊടുത്തിട്ട് നമ്മളത് നമ്മളുടെ എനർജറ്റിക് ഫീൽഡിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുത്തിരിക്കുന്നത്, ആ പെയിനൊക്കെ നമ്മൾ റിലീസ് ചെയ്യേണ്ടതാണ്, ഹീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നാച്ചുറലായിട്ടും എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടതെന്ന് വരും. നിങ്ങൾക്കുള്ള പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതിനെ നിങ്ങൾക്ക് മിറർ എക്സസൈസ് ചെയ്യാം. ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത്, ആ ഒരു മൊമെൻറ്റിലേക്ക് നിങ്ങൾക്ക് കണക്റ്റായിട്ട് അപ്പോൾ അനുഭവിച്ച പെയിന്, സപ്രസ് ചെയ്തിരിക്കുന്ന പെയിനിനെ എക്സ്പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് ആ ഒരു ലോവർ സെൽഫിനെ നമ്മൾ ഉള്ളിലേക്ക് മേർജ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് വോംബ് ഹീലിംഗ് ചെയ്യണമെന്ന്. വോംബ് ഹീലിംഗ് ചെയ്യുമ്പോൾ ഇൻ പെർട്ടിക്കുലറായിട്ട് ഈ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ഒരു 11 days ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് അറിയാൻ പറ്റും. ഈവൻ വോംബ് ഹീലിംഗ് ചെയ്യുമ്പം പോലും ഈ സർപ്രസ്ഡ് ഇമോഷൻസ് നിങ്ങൾക്ക് സർഫേസിൽ വരുന്നതും റിലീസ് ആവുന്നതുമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 11 days ചെയ്ത് നോക്കുക. എഗെയിൻ 11 days മതിയോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളത് ആ 11 days കഴിയുമ്പോൾ നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിൽ എത്രത്തോളം നിങ്ങൾ ഹീലായി എന്നുള്ളതാണ് അതിനുള്ള ആൻസർ തരുന്നത്. പിന്നെയും ഒരാഴ്ചയും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഓക്കെ. അടുത്ത ചോദ്യം വന്നിട്ട് DM-ൻ്റെ അവേക്കനിങ് ടൈമിൽ ഇമോഷൻസ്, അവർ നമ്മളോട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമോ എന്നുള്ളതാണ്. DM മസ്കുലൈൻ എനർജിയുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ബോഡിയുമായിട്ട് നമുക്ക് ബന്ധമില്ല. അത് ഒരു ഫീമെയിൽ ബോഡിയിലും ആവാം, മെയിൽ ബോഡിയിലും ആവാം. അപ്പോൾ മസ്കുലൈൻ എനർജിയുടെ ത്രോട്ട് ചക്ര എല്ലായ്പ്പോഴും, അതായത് ഈ ഒരു ജേർണിയിൽ ഓൾമോസ്റ്റ് അവരൊരു സെൽഫ് ലവിൽ വന്ന് ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ആവുന്നിടം വരെ ബ്ലോക്ക്ഡ് ആയിരിക്കും. അത് ഈ ഒരു ജേർണിയുടെ ഡിസൈൻ തന്നെ അങ്ങനെയാണ്. സോ ദാറ്റ് മസ്കുലൈൻ എനർജിക്ക് ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ അതിനെ ഉള്ളിൽ തന്നെ ഫീലായി അവർ ഹീലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ഒരു ഡിവൈൻ എനർജിയിൽ നിന്നുകൊണ്ടുള്ള ഒരു എക്സ്പ്രഷൻസ് അവർ ചെയ്യാറില്ല. നാച്ചുറലി ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്കൊക്കെ വരുമ്പോഴും അവരുടെ വിഷമങ്ങൾ പ്രോബബ്ലി കുറച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യാറുണ്ടായിരിക്കാം. പക്ഷെ 100% ഒരിക്കലും DMs അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാറില്ല. അടുത്ത ഒരു ചോദ്യം, ഏഞ്ചൽ നമ്പർ 108 DNA ആക്ടിവേഷൻ്റെ സ്റ്റേജിലാണ് നമ്മൾ കാണുന്നതെന്നുള്ളതാണ്. ഇതും ഇന്നലത്തെ ആ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ 108 എന്ന് പറയുന്ന നമ്പർ ആക്ച്വലി സനാതന ധർമ്മത്തിൽ മാത്രമല്ല, മൊത്തം ഏഷ്യൻ ഫിലോസഫി എടുത്താൽ, അതായത്
ബുദ്ധിസത്തിലാണെങ്കിലും ജാപ്പനീസുകാരുടെ അവരുടേതായിട്ടുള്ള പല റിലീജിയസ് തിങ്ങിലാവാം, അവരുടേതായിട്ടുള്ള പല വിശ്വാസങ്ങളിലൊക്കെയും 108 എന്ന ഒരു നമ്പറിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. ആൻഡ് എർത്തിനും മൂണിനും അല്ലെങ്കിൽ എർത്തിനും സണ്ണിനും തമ്മിലുള്ള ആ ഒരു അകലം ഡയാമീറ്റേഴ്സിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രത്തിലുള്ള ആ ഒരു ലാസ്റ്റ് കാണുന്ന ആരോസിൻ്റെ നമ്പേഴ്സ് 108 ആവാം. 108 ആണ് സനാതന ധർമ്മത്തിൽ. പിന്നെ നമ്മളുടെ ഉപനിഷത്തുകൾ 108 എന്നൊക്കെ ഒത്തിരി നമ്മൾ ജപം ചെയ്യുന്ന ബീഡ്സ് ഏതാണെങ്കിലും 108 ആണ്. ഇങ്ങനെ ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 108 എന്ന് പറയുമ്പോൾ DNA ഹീലിംഗ് മാത്രമായിട്ട് നമ്മൾക്ക് ഇതിനെ ലിമിറ്റഡ് ആയിട്ട് കാണാൻ പറ്റില്ല ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ. യെസ്, ഓഫ് കോഴ്സ് നമ്മളുടെ ബോഡിയിലെ പ്രഷർ പോയിൻറ്റ്സ് 108 ആണ്. അപ്പോൾ പല ഹീലിങ്സ്, അതായത് അക്യുപ്രഷർ ആയിരിക്കാം, അക്യുപഞ്ചറൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു നോളജ് കാണും, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ആ ഒരു കാര്യത്തിൽ ഈ 108 എന്ന് പറയുന്നത് ബോഡിയുടെ ലെവലിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവർക്ക് വരുന്നുണ്ട്. എന്നാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ കോമൺ ആയിട്ടൊരു ഇതെന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് സുപ്രീം കോൺഷ്യസ്നെസ് ആണ്. അതായത് ദൈവം അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ പവർ, യൂണിവേഴ്സൽ പവർ, ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ 108-ൽ 1 എന്ന് പറയുന്നത്. 8 എന്ന് പറയുന്നത് പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള 0 എന്ന് പറയുന്നത് ഈ ഒരു യൂണിയനുമാണ്. അതായത് സുപ്രീം കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒന്നിൻ്റെയും നേച്ചർ എന്ന് പറയുന്ന ഫെമിനൈൻ എനർജിയായ ശക്തിയായ 8-ൻ്റെയും യൂണിയനായിട്ടാണ് 0 വരുന്നത്. അതായത് ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെയും കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു 0 സ്റ്റേറ്റിലേക്ക് വരണമെന്നൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ 0 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മളുടെ ഉള്ളിലുള്ള ശിവതത്വവും ആൻഡ് ശക്തി തത്വം, അതായത് ശിവൻ്റെയും ശക്തിയുടെയും മേർജിങ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു 0 സ്റ്റേറ്റിലേക്ക് വരും എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് 0 കോൺഷ്യസ്നെസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് ഇതിൻ്റെ മീനിങ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ശിവൻ്റെയും ശക്തിയുടെയും, നമ്മളുടെ ഉള്ളിലുള്ള ശിവൻ്റെയും ശക്തിയുടെയും യൂണിയനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ നമ്മളുടെ യൂണിയൻ, ആ ഒരു ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ യൂണിയൻ നടക്കുന്ന ഒരു ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫേസിലേക്ക് വന്നിട്ടുണ്ടെന്നായിരിക്കാം. പലപ്പോഴും DNA ഹീലിങ്ങിൻ്റെ ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ആ ഒരു 108 പ്രഷർ പോയിൻറ്റ്സിൽ നിന്നും ഉള്ള ബ്ലോക്കേജസ് റിമൂവ് ആവുന്നു എന്ന് കാണിക്കാനുള്ളതായിരിക്കാം. അപ്പോൾ ഓരോ ജേർണിയും വ്യത്യസ്തമായ ഫേസുകളിലായതുകൊണ്ട് ഏത് ഫേസിലാണ് നിങ്ങളുടെ ജേർണി അതിൻ്റെ അനുസരിച്ച് ഇതിനെ റെസനേറ്റ് ചെയ്ത് എടുക്കുക. അടുത്തൊരു ഡൗട്ട് കണ്ടിരുന്നത്, DFൻ്റെ മുകളിലുള്ള 3 ചക്രാസ് ജന്മന ആക്ടിവേറ്റഡ് ആണെന്ന് ആരോ പറഞ്ഞു, അതുകൊണ്ട് താഴത്തെ 3 ചക്രാസിൽ വർക്ക് ചെയ്താൽ പോരെ എന്നുള്ളതാണ്. DF എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഫെമിനൈൻ എനർജി എല്ലാവർക്കും അറിയാം, ബോഡിയുമായിട്ടൊരു റിലേഷൻ ഇല്ല. അതായത് ഈ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് മെയിൽ ബോഡിയിലായിരിക്കാം, ഫീമെയിൽ ബോഡിയിലായിരിക്കാം. അപ്പോൾ ഈ ഒരു എനർജി DF എനർജി എന്ന് പറയുന്നത് ഇൻഡ്യൂട്ടീവ് ആയിരിക്കും. മാസ്റ്റർ സോൾ ആയതുകൊണ്ട് ഒത്തിരി ജന്മങ്ങളിൽ സ്പിരിച്വൽ വർക്ക് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നവരായിരിക്കാം ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ, അതല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലുള്ളവർ. അതുകൊണ്ട് തന്നെ ആ ജന്മങ്ങളിൽ ചെയ്ത സ്പിരിച്വൽ വർക്ക്സിൻ്റെ ഗിഫ്റ്റ് അവർക്ക് അൺനോയിങ്ലി അവർ ഇൻഡ്യൂഷനിലൂടെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അവരുടെ 3rd ഐ ചക്ര കുറച്ചൊക്കെ ആക്റ്റീവ് ആയിരിക്കും എന്ന് പറയാം, ബാലൻസ്ഡ് ആയിരിക്കും എന്ന് പറയാം. അതിൻ്റെ മീനിങ് ടോട്ടലി ബാലൻസ്ഡ് ആവണം എന്നല്ല. കാരണം നമ്മളെല്ലായ്പ്പോഴും 7 ചക്രാസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളെങ്കിലും നമ്മൾ ഈ 7 ചക്രാസ് ഹീൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ 12 ചക്രാസാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഈ 7 ചക്രാസ് മാത്രമാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ബിയോണ്ട് ദാറ്റ് ഉള്ളത് നമുക്ക് എർത്ത് സ്റ്റാർ ചക്ര എന്ന് പറഞ്ഞ് നമ്മളെ ഭൂമിയിലേക്ക് കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു
ചക്ര ഉണ്ട്. പിന്നെയും മുകളിലേക്ക് നമ്മളെ യൂണിവേഴ്സൽ എനർജീസുമായിട്ട് കണക്ട് ചെയ്യുന്ന ചക്രാസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ചക്രാസിനും അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് ഓവർ ആക്റ്റീവും ആവരുത്, അല്ലേ, അണ്ടർ ആക്റ്റീവും ആവരുത്. അതായത് ഒട്ടും ആക്റ്റീവ് ആവാതെ ഇരിക്കരുത്, ഒത്തിരി ആക്റ്റീവ് ആവുകയും ചെയ്യരുത്. അപ്പോൾ ഈ 7 ചക്രാസിലൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി ഫ്ലോയിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മുകളിലത്തെ 3 ചക്രാസ് ഒരിക്കലും ബാലൻസ്ഡ് ആവുന്നില്ല അൺടിൽ അൺലെസ് അവരുടെ ഹാർട്ട് ചക്ര ബാലൻസ് ആവുന്നവരെ. ആൻഡ് സ്പിരിച്വൽ ജേർണി, സ്പെഷ്യലി ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ അവരുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഈ താഴത്തെ 3 ചക്രാസിൻ്റെയും മുകളിലത്തെ 3 ചക്രാസിൻ്റെ ഇടയ്ക്ക് ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുന്ന ഹാർട്ട് ചക്രാനെ ബാലൻസ് ചെയ്യുന്നത്, അതുവരെ നമ്മൾക്ക് ആ ഒരു എനർജി ഫ്ലോ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മുകളിലേക്കും താഴേക്കും, മുകളിലേക്കെന്ന് പറഞ്ഞാൽ മുകളിലത്തെ ചക്രാസിലേക്കും താഴത്തെ ചക്രാസിലേക്കും അതുവരെയും പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആവില്ല. ആൻഡ് ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അതെടുത്തിട്ട് വർക്ക് ചെയ്യുക. കാരണം ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അവർക്ക് കോൺഷ്യസ്നെസ് ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും. അവർ കുറവാണെന്നോ കൂടുതലാണെന്നോ അല്ല പറയുന്നത്, അവരുടെയൊക്കെ പർപ്പസിൻ്റെ അനുസരിച്ചാണ് അവർ ആ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് അതിന് മുകളിൽ വർക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് മസ്കുലൈൻ എനർജി കൂടിയാൽ എങ്ങനെ ഹീൽ ചെയ്യാമെന്നാണ്. മസ്കുലൈൻ എനർജി റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളെ ആയിരിക്കും. നമ്മളുടെ താഴത്തെ 3 ചക്രാസ് ഓവർ ആക്റ്റീവ് ആവുമ്പോഴാണ് നമ്മുടെ മസ്കുലൈൻ എനർജി കൂടുന്നത്. ഓവർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫിയർ ബേസ്ഡ് എനർജി കാണും റൂട്ട് ചക്രയിൽ. അറ്റ് ദ സെയിം ടൈം എക്സിസ്റ്റൻസിന് വേണ്ടി ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് എനിക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സിനെ ഞാൻ ഫുൾഫിൽ ചെയ്യാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിൽ കുറച്ചിങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്ത് മടുക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ആലോചിക്കും, നാച്ചുറലാണ് ഇതൊക്കെ. ഇത് ഓക്കെ, ഞാനിപ്പോൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഹീലിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ എക്സിസ്റ്റൻസിന്, എൻ്റെ 3D ലെവലിലുള്ള കാര്യങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. അതായത് തെറ്റാണെന്നല്ല പറയുന്നത്, ഇവിടെ ബാലൻസ് ഔട്ടായി. അതായത് എൻ്റെ സ്പിരിച്വൽ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കണം മെറ്റീരിയലിസ്റ്റിക് തിങ്സിലേക്ക്. അപ്പോഴാണ് ഈ മസ്കുലൈൻ എനർജി ബേസിക്കായിട്ടും ഇംബാലൻസ് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മളവിടെ ഫീൽ ആവില്ല, സപ്രസ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ കൂടെ തന്നെ കൂടുതലായിട്ട് ഈ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ഒരു ജോലിയെ നോക്കുന്ന ആവാം, ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കുന്ന ആവാം മറ്റുള്ളവരുമായിട്ട്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം വരുന്നില്ല, ആൾട്ടർനേറ്റ് ആയിട്ട് ആരെങ്കിലും ലൈഫിൽ വന്നെങ്കിൽ ഓക്കെ ഇത് നന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട്, ഞാൻ ഇവരുമായിട്ട് എന്തുകൊണ്ട് സെറ്റിൽ ആയിക്കൂടാ, ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക നമ്മളുടെ 7 ചക്രാസിലുള്ള മേളിലത്തെ 3 ചക്രാസ്, അതിൻ്റെ കൂടെ ഹാർട്ട് ചക്രയുടെ പോലും നമ്മൾ കേൾക്കാതെ താഴത്തെ 3 ചക്രാസിലേക്ക് ഓവറായിട്ട് നമ്മൾ ആ ഒരു എനർജിനെ റിസീവ് ചെയ്ത് നമ്മൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു എന്നുള്ളത്. അപ്പോൾ ബീയിങ് എ സ്പിരിച്വൽ ബീയിങ് ആണ് നമ്മളൊക്കെയും ഇൻ ദ ഹ്യൂമൻ ബോഡി. എല്ലായ്പ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്പിരിച്വൽ വർക്ക്സിനാണെന്ന് മനസ്സിലാക്കുക, അത് അവെയർനെസ്സിലിരിക്കുക, നമ്മളൊരു സോളാണെന്നുള്ള അവെയർനെസ്സിലിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാച്ചുറലി നമ്മൾ മെറ്റീരിയലിസ്റ്റിക് തിങ്സിനെയും നമ്മളുടെ ഹീലിംഗ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ, മാഗ്നറ്റൈസ് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തെ മനസ്സിലാക്കുക. എല്ലായ്പ്പോഴും ഗ്രൗണ്ടിങ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എനർജി ഓവർ ആക്റ്റീവ് ആവുമ്പോഴാണ് നമുക്ക് മസ്കുലൈൻ എനർജി നമ്മളിൽ കൂടുതലായിട്ട് വരുന്നത്. നമ്മളിൽ ഒരു ലോവർ എനർജീസ് വരുമ്പോഴാണ്, അതായത് ഒരു കമ്പയർ ചെയ്യുന്ന എനർജി ആയിരിക്കാം, ലോജിക്കൽ മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആവുമ്പോഴായിരിക്കാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഗ്രൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക. അതായത് വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കുക. ശരിക്കും പറഞ്ഞാൽ അടുക്കി പെറുക്കുക എന്ന് പറഞ്ഞാൽ ഫർണിച്ചറിനെ, ഇവിടെയുള്ള ഫർണിച്ചർ അങ്ങോട്ട് മാറ്റുക, അവിടെ ഉള്ളത് ഇങ്ങോട്ട് മാറ്റുക. ഇതൊരു തെറപ്പിയും കൂടെയാണ് ടു റിലീസ് ദ ഹെവി എനർജീസ്. അതല്ലാതെ വാക്കിങ്ങിന് പോവാം, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒത്തിരി ഹെൽപ്ഫുള്ളാവും. അത് പച്ചപ്പ് ആവാം, വെള്ളമാവാം, അതല്ല എങ്കിൽ ആകാശമാവാം, ഭൂമി
ഭൂമി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്ത് ബെയർ ഫൂട്ടിലൂടെ നടക്കുക, സോളിറ്റ്യൂഡിൽ ഇരിക്കാൻ ശ്രമിക്കുക. ആക്ച്വലി എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ സ്വയം ചോദിക്കുമ്പോൾ നമുക്ക് പല ഉത്തരങ്ങളും ഉള്ളിൽ നിന്ന് വരും. ഈ ഉള്ളിലെ വോയിസ് കേൾക്കാൻ ഇഷ്ടമില്ലാത്തപ്പോഴാണ് നമ്മൾ മസ്കുലൈൻ എനർജിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കാമാക്കാനായിട്ട് സോളിറ്റ്യൂഡിലിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ജപങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. തേർഡ് ഐ ചക്രയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് 3Dയിൽ ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം നടന്നിരിക്കണം 3Dയിലെന്ന് വിചാരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് കൺട്രോളിങ്ങിൻ്റെ ഒരു എനർജിയാണ്. അത് ഒരിക്കലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി അല്ല. അപ്പോൾ അത് നടക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു പർപ്പസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ആ ഒരു ഇപ്പോൾ വേണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇപ്പോൾ നടന്നിരിക്കണമെന്ന് വിചാരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ഒരു പോസ് കൊടുക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക, 1 മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൈം ആൻഡ് സ്പേസ് എടുത്തിട്ട് സോളിറ്റ്യൂഡിലിരിക്കുക. അടുത്തതായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആകുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് തിങ്സിലേക്ക് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്ത് ഓൾവേസ് നമ്മളുടെ തേർഡ് ഐ ചക്രയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഹാർട്ട് ചക്രയിലെ ഫീലിങ്സിനെ ഇമോഷൻസിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ പറയും ഇത് നീയല്ല. ദാറ്റ് മീൻസ് ബീങ് എ ഡിവൈൻ ഫെമിനൈൻ, നീ ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ പ്രതീകമാണ്. വേറാസ് നീ ഇപ്പോൾ പുഷ് ചെയ്യുകയാണ് എല്ലാത്തിലേക്ക് എത്താനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട്, കമ്പയർ ചെയ്യാനായിട്ട്. നിൻ്റെ എനർജി എല്ലാമെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതെന്തുകൊണ്ടാണ് വന്നത്, അതായത് അതിൻ്റെ ഒരു കോർ റീസൺ കാണുമല്ലോ, അവിടേക്ക് കണക്റ്റായിട്ട് നമുക്ക് ഹീൽ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻസ് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിന് ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കിംഗ് ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഓൺലി ഫോർ പെയ്ഡ് സെഷൻസിനാണ്, ദയവായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്. Stay blessed. Om Namah Shivaya.